നമസ്കാരം. ഈ അടുത്ത ദിവസമാണ് പാലക്കാട് ഒരു കൂട്ടം ആളുകൾ ഒരു യുവാവിനെ തല്ലിക്കൊല്ലുകയെല്ലാം മൃഗീയമായി ഓരോ ഭാഗങ്ങൾ അടിച്ച് നിരപ്പാക്കുകയായിരുന്നു. അവസാനം തലയ്ക്കടിയേറ്റിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. ഒരു ജോലി അന്വേഷിച്ചിട്ട് ഛത്തീസ്ഗഡിൽ നിന്ന് വന്ന ഒരു യുവാവാണ് പാലക്കാട് വെച്ച് മദ്യപിച്ച് ലെവലിൽ മോഷണം നടത്താൻ ശ്രമിച്ചു എന്നുള്ള പേരിൽ തല്ലിക്കൊല്ലാനിടയായതെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴാണ് വേറെ ഞെട്ടിക്കുന്നൊരു കഥ കേൾക്കുന്നത്. അദ്ദേഹം ഈ പറയുന്ന ആൾ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആളാണെന്നും അതുകൊണ്ടാണ് തല്ലിക്കൊന്നത് എന്നുള്ളതാണ് പിന്നെ പുറത്തു വന്നത്. അതായത് ബംഗ്ലാദേശിയായ ഒരാൾ ഇവിടെ വന്ന് മോഷണം നടത്താൻ ശ്രമിച്ചു. അതിൻ്റെ പേരിൽ BJPക്കാരും RSSകാരുമായ 6 ആളുകളെയാണ് 9 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഈ അന്വേഷണത്തിൽ അവസാനം ആ കുടുംബം വന്നിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം നടത്തിയ റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നവരെ നമുക്കറിയാം കേരളത്തിന് പുറത്ത് മറ്റു സ്റ്റേറ്റുകൾ BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കാറുണ്ട്. മറ്റു രാജ്യങ്ങളിൽ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലുമൊക്കെ മറ്റു മതത്തിൽപ്പെട്ട ആളുകളെ തല്ലിക്കൊന്നതായിട്ടും കെട്ടിത്തൂക്കിയതായിട്ടൊക്കെ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ ഭീകരമായിട്ടാണ് കേരളത്തിൽ നമ്മളെ മലയാളികൾ ചേർന്ന് ഒരു യുവാവിനെ തല്ലിക്കൊന്നത്. അവസാനം ഈ യുവാവ് ആരാണെന്നും എന്താണെന്നും ഇപ്പോഴാണ് വ്യക്തമായത്. ആ യുവാവിൻ്റെ കുടുംബം നാട്ടിൽ നിന്ന് വന്നിരിക്കുകയാണ്. അവർ 25 ലക്ഷം രൂപ കിട്ടിയാലേ അവർ കൊണ്ടുപോകുകയുള്ളൂ ഇവിടെ നിന്ന്. ഇതിൻ്റെ പ്രതികളെല്ലാം അറസ്റ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു അവരുടെ ഡിമാൻഡ്. 20ഓളം വരുന്ന പ്രതികളാണുള്ളത്. ഇതിനൊക്കെ 9 പേരെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അനു, പ്രസാദ്, വിപിൻ, മുരളി, അനന്തൻ എന്ന് പറയുന്ന 5 പേരെയാണ് ഇപ്പോൾ തുടങ്ങി 9 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെല്ലാം തന്നെ BJP പ്രവർത്തകരും RSS പ്രവർത്തകരുമാണെന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നത്. അതോടൊപ്പം രാമനാരായണൻ ഭഗൻ എന്ന് പറയുന്ന ആൾ ഛത്തീസ്ഗഡ്കാരനാണെന്നും അദ്ദേഹം ഒരു BJP കുടുംബത്തിൽപ്പെട്ട ആളാണെന്നും പുറത്തു വന്നത് അവരുടെ കുടുംബം ഇവിടെ വന്നപ്പോഴാണ്. അവരിവിടെ വന്നപ്പോൾ അവർക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പല സംഘടനകളും അവർക്ക് സഹായം പ്രഖ്യാപിക്കുകയും അതോടൊപ്പം ഈ മരിച്ച ആൾക്ക് 25 ലക്ഷം രൂപ ഗവൺമെൻറ് കൊടുക്കണമെന്നുള്ള ഡിമാൻഡുമായിട്ടാണ് അവർ കാത്തിരിക്കുന്നത്. അല്ലാതെ അവർ ബോഡി ഇവിടെ നിന്ന് കൊണ്ടുപോകില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലേറ്റവും ഭീകരമായ സംഭവം ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് ശരീരത്തിൻ്റെ 1 ഇഞ്ച് ഭാഗം ഇനി ബാക്കിയില്ല എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് ആ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ തന്നെ ഒരു കുറിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. അത് ഞെട്ടിക്കുന്നതും ഹൃദയഭേദകവുമായ ഒരു വാർത്തയാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വല്ലാതെ വിങ്ങൽ വരും. ഒരാൾ ഇങ്ങനെയൊക്കെ തല്ലിക്കൊല്ലാൻ പറ്റുമോ? ഒരു മനുഷ്യർക്ക് കൂട്ടം കൂടി തല്ലുകയാണ്. അതിലേതെങ്കിലും ഒരാൾ കുറച്ചാളുകൾ ഭേദമായിരുന്നു ഒരാളെ തല്ലിക്കൊല്ലും മരിച്ചു പോകും, നിങ്ങൾ പ്രതികളാവും എന്ന് പറയാനുള്ള സാമാന്യ ബോധമില്ലാതെ മതത്തിൻ്റെ പേരിൽ മറ്റു രാജ്യക്കാരനാണെന്നുള്ള പേരിൽ അന്ധത ബാധിച്ച് തല്ലിക്കൊല്ലുകയാണ്. നമ്മൾ മലയാളികൾക്ക് എത്രമാത്രം ചീത്തപ്പേരുണ്ടാക്കിയൊരു സംഭവമാണെന്നറിയാമോ? ഇത് പല ചാനലുകളും ഇതേവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. കാരണം ഇത് പുറത്തു വന്നാൽ നാണക്കേടാണ് മറ്റു സ്റ്റേറ്റുകളിലും മറ്റു രാജ്യങ്ങളിലും. കേരളത്തിൻ്റെ പേര് എല്ലാ തരത്തിലും ചീത്തയായി അറിയപ്പെടും. അതുകൊണ്ടാണ് ഇത് പുറത്ത് വാർത്ത വരും. ഇപ്പം ചില വാർത്തകൾ പുറത്തു വന്ന് ദേശാഭിമാനിയും അതേപോലെ റിപ്പോർട്ടർ ചാനലും എല്ലാം ഇത് വാർത്തയാക്കി, മീഡിയ വണ്ണും എല്ലാം വാർത്തയാക്കിയിട്ടുണ്ട്. ഇതിൽ ഹിതേഷ് കുമാർ തോട്ടുങ്കൽ എന്ന് പറയുന്ന ഡോക്ടർ പുറത്തുവിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. നിങ്ങളുമായി സംവദിച്ചിട്ട് ഒത്തിരി നാളായി. ഇന്ന് എൻ്റെ മനസ്സിനെ അത്യന്തം വേദനിപ്പിച്ച ഒരു പോസ്റ്റ്മോർട്ടം പരിശോധനയുടെ അനുഭവത്തെക്കുറിച്ച് ഒരു ഡോക്ടറെയായും ഒരു മനുഷ്യനായും പൊതുസമൂഹത്തോട് ചിലത് പറയണം എന്ന് തോന്നി. ജോലി തേടി നമ്മുടെ നാട്ടിലെത്തിയ ഒരു അതിഥി തൊഴിലാളിയെ കൂട്ടമായി നാം തല്ലിക്കൊന്ന സ്വയം പ്രബുദ്ധർ എന്ന് ഉറക്കെ അവകാശപ്പെടുന്ന കേരളീയർ മലയാളികൾ തന്നെയാണ് ഇത് ചെയ്തത് എന്നത് നമ്മെ കൂടുതൽ ലജ്ജിപ്പിക്കേണ്ട കാര്യമാണ്. ഇതിൻ്റെ മുന്നിൽ കേരള സമൂഹം തല താഴ്ത്തണം. ഛത്തീസ്ഗഡിൽ നിന്നും പുതുതായി ജോലിക്കെത്തിയ ആ മനുഷ്യൻ ഗുഹാതുരത്വം കൊണ്ടും ജീവിത സമ്മർദ്ദങ്ങൾ കൊണ്ടും മാനസികമായി തളർന്നു പോയ ഒരു സാധുവായിരുന്നു. അവനെ നാം തെരുവിൽ വീണു മരിക്കാൻ വിധിച്ചു. പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ ശരീരത്തിൽ അടിയേറ്റ് കേടുപാടില്ലാതെ ഇടം പോലും കണ്ടില്ല. പിന്നാമ്പുറത്തും നെഞ്ചിലും കൈകാലുകളിലും തലച്ചോറിലും എല്ലായിടത്തും ക്രൂരതയുടെ അടയാളങ്ങൾ. അത് ഒരു നിമിഷത്തെ കോപമല്ല, കൂട്ടമനസ്സിൻ്റെ അന്ധതയും മനുഷ്യൻ്റെ പൂർണ്ണ അഭാവവും ആയിരുന്നു. കൂട്ടമർദ്ദനം നടത്തിയവരിൽ ഒരാളെങ്കിലും ഇത് വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഒരാൾ പോലും കൈ ഉയർത്തിയിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു മനുഷ്യൻ ജീവനോടെ ഉണ്ടാകുമായിരുന്നു. അയാളുടെ കുടുംബത്തോട് കേരള സമൂഹം കടപ്പെട്ടിരിക്കുന്നു.
സഹജീവിയെ തല്ലിക്കൊന്ന മനുഷ്യൻ മൃഗത്തേക്കാൾ ഭീകരനാണ്. ഇത്തരം ക്രൂരതയെ ന്യായീകരിക്കാനോ സംരക്ഷിക്കാനോ നമ്മിൽ ആരും പാടില്ല. അത്തരക്കാരെ നിയമത്തിന് വിട്ടുകൊടുക്കുക. സംരക്ഷിക്കരുത്, ന്യായീകരിക്കരുത്, മൗനം പാലിക്കരുത്. ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഓരോ മലയാളിയും ഉയരണം. മനുഷ്യജീവിതത്തിൻ്റെ വില നമ്മുടെ വാക്കുകളിലല്ല, നമ്മുടെ പ്രവർത്തികളിലാണ് തെളിയേണ്ടത്. പ്രതീക്ഷയോടെ ഹിതേഷ്. കാരണം ഇത് ആ ഡോക്ടർ പുറത്തു വിടണമെങ്കിൽ, പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ സാധാരണ ഇതൊന്നും പുറത്തു വിടാറില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിന് വല്ലാതെ വിഷമിച്ചിട്ടാണ്. ഒരാൾ ഇങ്ങനെയൊക്കെ ക്രൂരമായി മർദ്ദിപ്പിക്കപ്പെടാൻ പറ്റുമോ? അയാളുടെ ഓരോ ഇഞ്ചും ശരീരത്തിൻ്റെ ഓരോ ഭാഗവും അടിച്ച് നിരപ്പാക്കിയിട്ടുണ്ടായിരുന്നു. ഒരാളെ തല്ലുമ്പോൾ ഒരു പരിധിയില്ലേ? ഇതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ അകത്ത് കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട്, അതൊന്നും വായിക്കേണ്ടതാണ്. മൃഗങ്ങൾ പോലും ലജ്ജിച്ച് തല താഴ്ത്തും. ഈ ചെകുത്താന്മാരുടെ മുൻപിൽ കള്ളനോ ബംഗ്ലാദേശിയോ ആണെങ്കിൽ തന്നെ ദേഹത്ത് കൈവയ്ക്കാനുള്ള അവകാശം ആര് കൊടുത്തു? ഉത്തരേന്ത്യയിൽ നിന്ന് കിട്ടും, അന്ന് അവസാനിക്കുമെന്ന ദുര്യോഗം. അതായത് നമ്മുടെ കേരളത്തിൽ നമ്മൾ പറയുന്നത് നമ്മൾ വലിയ പ്രബുദ്ധരാണ്, വിദ്യാഭ്യാസം കൊണ്ട്, സംസ്കാരം കൊണ്ട്, രാഷ്ട്രീയം കൊണ്ട്, സാമൂഹ്യ ജീവിതം കൊണ്ട് നമ്മളെ എല്ലാ മേഖലകളെയും ഉയർന്നവരാണ് എന്നൊക്കെയാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ പാലക്കാട് ഒരു ഛത്തീസ്ഗഡിൽ വന്ന ഒരു ജോലി അന്വേഷിച്ച് വന്ന ഒരു പാവപ്പെട്ട ഒരാളെ, അതിഥി തൊഴിലാളിയെയാണ് ഇങ്ങനെ ക്രൂരമായി അടിച്ചു കൊന്നിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. ഇത് ഭീകരമാണ്. ഇത് RSSനും BJPക്കും വലിയ നാണക്കേടാണ്. കാരണം അവരെല്ലാം തന്നെ നമ്മൾ കേട്ടിട്ടുള്ള BJP ഭരിക്കുന്ന നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്നുള്ളത് മാത്രമാണ്. എന്നാൽ ഇവിടെ കേരളത്തിൽ ഇങ്ങനെയൊരു കാര്യം നടക്കുന്നു എന്ന് നമ്മൾ കരുതിയിട്ടില്ല. മാത്രമല്ല ഇതിപ്പോൾ അന്വേഷിച്ച് വരുമ്പോൾ ഈ കുടുംബം ഇപ്പോൾ സത്യാഗ്രഹം ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് 25 ലക്ഷമെങ്കിലും കിട്ടാതെ പോകാൻ പറ്റില്ല. കാരണം ഞങ്ങൾ 2 കുട്ടികളുടെ പിതാവാണ്. ആ ഭാര്യൻ്റെ കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം പൊട്ടിപ്പോകും. അത്രയും വല്ലാത്ത നുറുങ്ങലുണ്ടാക്കുന്ന കരച്ചിലാണ്. നമ്മൾ മനസ്സിനുള്ളിൽ വല്ലാതെ നുറുങ്ങിയില്ലാതായി പോകും. അത്രയും മനസ്സുകൊണ്ട് തകർന്നു പോകും നമുക്കൊക്കെ. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആർക്കാണെങ്കിലോ നമ്മളെ ബന്ധുക്കൾ ആർക്കെങ്കിലും ആണെങ്കിലോ ഇത് സംഭവിച്ചത് എന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് എത്രമാത്രം വിഷമം ഉണ്ടാകും. ഇത് പുറത്തു നിന്ന് വന്ന ഒരു മൃഗത്തെ പോലും കാണിക്കാൻ പാടില്ലാത്ത ദുഷ്ടതയാണ് കാണിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരള സമൂഹം ലജ്ജിച്ച് തലതാഴ്ത്തണം. ഇത്രയും ദിവസമായിട്ട് ആളുകളെ ഒന്നും അറസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ വകുപ്പുകൾ ചേർത്തിയതൊക്കെ ഇതിനകത്ത് യഥാർത്ഥ വകുപ്പുകളൊന്നുമല്ല ചേർത്തിയിട്ടുള്ളത്. ക്രൂരമായ കൊലപാതകമാണ് നടത്തിയിരിക്കുന്നത്. അതേപോലെ ഈ പറയുന്ന ആൾ പട്ടികജാതി പട്ടികവർഗത്തിൽ പെട്ടതാണ് എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ടതാണ്. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകളെ പറ്റിയുള്ള കേസുകളിൽ SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരം കേസെടുക്കുക. പ്രത്യേകിച്ചും ഇതിന് ഏറ്റവും ചുരുങ്ങിയ 30 വർഷമെങ്കിലും ജയിൽ ശിക്ഷ കിട്ടാവുന്ന കൊലപാതകമാണ്. ഇതൊരൊറ്റ ആളും വിട്ടുപോകരുത്. ഇവരെ നിർബന്ധമായിട്ടും നിയമത്തിനുള്ളിൽ കൊണ്ടുവരണം. ഏകദേശം 10-20 പേരുണ്ടെന്നാണ് പറയുന്നത്. ഇതൊരു ബംഗ്ലാദേശിയാണെന്നുള്ള രൂപത്തിൽ BJPക്കാരായ ആളുകളെല്ലാം കൂടെ ഒത്തുകൂടി ഭീകരമായി മർദ്ദിച്ചു കൊന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പാലക്കാട് നിന്ന് വരുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. പക്ഷേ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് BJPക്കാരാണ്. മാത്രമല്ല പോലീസ് FIRൽ പറയുന്നതും ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് പറയുന്നത് BJPക്കാരാണ് എന്നുള്ളതാണ്. എന്തൊക്കെയായാലും ഇത് കേരള സർക്കാരിനും കേരളത്തിനും അപമാനമാണ്. ലജ്ജിച്ച് തലതാഴ്ത്തുക തന്നെ വേണം. ആരിച്ച് തലശ്ശേരി BJPക്കാരാണോ അല്ലെങ്കിൽ വേറെ പാർട്ടിക്കാരാണോ എന്നുള്ള ഒരു മനുഷ്യ ജീവിതത്തെ ഇങ്ങനെ ഇല്ലാതാക്കാൻ, അടിച്ച് നിരപ്പാക്കി ഓരോ ഇഞ്ചും തകർത്ത് ആസ്വദിച്ച് അതിൻ്റെ വേദന ആസ്വദിച്ച് ഈ കാട്ടാളന്മാരെ നിർബന്ധമായും നിയമത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ കേരളത്തിൻ്റെ പേര് നമ്മളെല്ലാ കാലത്തും ലോകം മുഴുവൻ അറിയപ്പെടും. ഇങ്ങനെ കാട്ടാളന്മാരായിട്ടുള്ള കുറേ മനുഷ്യർ കേരളത്തിലുണ്ട്, സൂക്ഷിക്കണം, കേരളത്തിലേക്ക് അപകട മേഖലയാണ് എന്ന് പ്രഖ്യാപിക്കണം. നമ്മളും പലയിടത്തും പോകുന്നതാണ്. അവിടെയുള്ള ആളുകൾ ഇതേപോലെ പെരുമാറിയാലോ നമ്മൾക്ക് എന്തായിരിക്കും സ്ഥിതി? ഇത് തിരിച്ച് ഛത്തീസ്ഗഡിൽ പോകുന്ന ആളുകൾക്ക് അവിടെ മലയാളികൾ ആർക്കെങ്കിലും ഇതേപോലെ തല്ല് കിട്ടിയാലോ എങ്ങനെയായിരിക്കും? നമ്മളെല്ലാം ഓരോ സ്ഥലത്ത് യാത്ര ചെയ്യുന്നതല്ലേ, അവിടേക്ക് എങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നീ ജോലി അന്വേഷിച്ച് പോകുന്നതല്ലേ ഇവിടെയുള്ള മലയാളികൾ? എത്ര ലക്ഷക്കണക്കിന് മലയാളി വിദേശത്തുണ്ട്, എത്ര മറ്റു സ്റ്റേറ്റുകളുണ്ട്. അവർക്ക് എന്തെങ്കിലും ഇതേപോലെ പറ്റിയാലോ? അപ്പോൾ എന്തായാലും ഒരു വളരെ ഭീകരമായ സംഭവമായി പോയി എന്ന് നമുക്ക് പറയാൻ പറ്റും. നന്ദി, നമസ്കാരം.